എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, രേണു സുധി രക്ഷപ്പെട്ടു പോയി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ശരിക്കും രേണു സുധി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ രേണു സുധിക്ക് വിദേശത്തേക്കുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് പോകാനുള്ള ചാൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന് ഒക്കെ ശേഷം തന്നെയാണ് പുള്ളിക്കാരത്തി ബിഗ് ബോസിനുള്ളിലേക്ക് പോയത്. അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് പുള്ളിക്കാരത്തി പുറത്തേക്ക് വന്നു. പക്ഷേ എന്തായാലും പുള്ളിക്കാരത്തി ആ ഒരു എന്താ പറയുന്ന ദുബായിലേക്കുള്ള ആ ഒരു പ്രോഗ്രാമിന് പിന്നീട് പങ്കെടുത്തു. അവിടെ നിന്ന് അവർ ഫേമസ് ആയി പുറത്തേക്ക് വന്നു. പിന്നീട് അവർക്ക് ബഹ്റൈനിൽ പോവാനായിട്ടുള്ള ചാൻസ് ലഭിച്ചു. അവിടെയും അവർ അതിമനോഹരമായിട്ട് നിന്നു. അതിനുശേഷം അവർ നാട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നീടാണ് നമ്മുടെ ബിഗ് ബോസിലേക്കുള്ള റീ എൻട്രി ഉണ്ടായിരുന്നു. അവിടെയും അവർ വന്നിട്ട് മറ്റുള്ളവരെ പോലെ ചെളിവാരി തേക്കാനോ ആരെയും കരിവാരി തേക്കാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ആ ഒരു കാര്യത്തിൽ രേണുവിനെ നമുക്ക് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. കാരണം മറ്റുള്ളവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയായിട്ട് തന്നെ അവിടെ നിന്നു. പിന്നീട് അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും പുള്ളിക്കാരത്തി റീൽസും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇനിയും ഒരു വിദേശ യാത്രയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കേട്ടിട്ട് വരാം. 4 ദിവസത്തേക്കിന് 23-ാം തീയതി നൈറ്റ് ഞാൻ ഇവിടുന്ന് കയറും. 24, 25, 26, 27 4 ദിവസം ഞാൻ അവിടെ ഉണ്ടാകും. റോസസ് ഡ്യൂവിൻ്റെ പുതിയ ബ്രാഞ്ച് ദേരയിലാണ് ഉദ്ഘാടനം. നമ്മൾ സ്മിത ചേച്ചിയുടെ റോസസ് ഡ്യൂ. അപ്പം പുതിയ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം ഇനോഗ്രേഷൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. 4 ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങൾ 4 ദിവസം കൊണ്ട് എന്നെ കാണാൻ വരിക. പഴയ പോലെ ഋതപ്പനും കിച്ചുവിനും എനിക്കൊക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വരണം. അപ്പം നിങ്ങളുടെ സ്നേഹമൊക്കെ എന്താ പറയുക വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വിദേശത്തൊക്കെ പോകുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. വളരെ ഉയരത്തിലേക്ക് പോകട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഇവർ ഈ ഒരു സംഭവം പറയുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, ഞാൻ ഇന്ന ദിവസം ഞാനിങ്ങനെ വിദേശത്തേക്ക് വരുന്നുണ്ട്, ഞാനിങ്ങനെ ഗൾഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മലയാളി പ്രേക്ഷകരൊക്കെ അവിടെ ഉള്ളവരൊക്കെ എന്നെ കാണാൻ വരിക, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലാണ് നമുക്ക് ഒരു എതിർപ്പുള്ളത്. നമ്മൾ ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തരുന്നത് നമ്മൾ ചോദിച്ചിട്ടാവരുത്. ചോദിക്കാതെ തരുന്നത് കൊണ്ടല്ലേ അതിനെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ നമുക്ക് ഗിഫ്റ്റ് തരുന്നത്. അപ്പോൾ അതിനെ ചോദിച്ച് മേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ഗിഫ്റ്റൊക്കെ ചോദിച്ച് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ഈ പുള്ളിക്കാരത്തി ഒരു റീൽസിൻ്റെ ഭാഗമായിട്ടാണോ ഇനി വല്ല ഷോർട്ട് വീഡിയോയും ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യതയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാടിൻ്റെ മക്കളുടെ കഥ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും ഒരു കാട്ടുവാസിയുടെയൊക്കെ ആണ് എന്ന് തോന്നിക്കുന്ന വേഷത്തിൽ രേണു സുധി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും രേണു സുധിയുടെ കാട്ടുവാസി വേഷത്തിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയാണോ? റെഡി ആക്ഷൻ. മാറില്ല, ഞങ്ങൾ മാറില്ലേ. ഇങ്ങനെയാണോ? റെഡി ആക്ഷൻ. മാറില്ല, ഞങ്ങൾ മാറില്ലേ. അപ്പോൾ രേണു വേഷത്തിലൊക്കെ കാട്ടുവാസി തന്നെയാണ്. വേഷത്തിലൊരു പുതുമയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു വേഷമൊന്നും അല്ല. പക്ഷേ എന്നാൽ പോലും അഭിനയത്തിന് യാതൊരു മാറ്റവും ഇല്ല. പണ്ടൊരു സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് പോലെ തന്നെ സ്റ്റാർട്ട്, ആക്ഷൻ, ക്യാമറ, കട്ട്, ഇത് തന്നെയല്ലേ നിങ്ങളുടെ എല്ലാ സിനിമയിലും പറയുന്നത്, അതിലൊരു ചേഞ്ചും ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രേണുവിന് വസ്ത്രത്തിലെ ഒരിത്തിരി മാറ്റം വന്നു എന്നത്
എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, കാരണം കാട്ടുവാസിയുടെ വേഷമാണല്ലോ, അപ്പോൾ അതൊഴിച്ചു കഴിഞ്ഞാൽ അഭിനയമൊക്കെ പഴയ രേണുവിൻ്റെ അഭിനയം തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. അഭിനയങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് മാറ്റി പിടിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്തായാലും ആ ഒരു ഹെയറൊക്കെ പുതിയ രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു ബിഗ് ബോസിനകത്തേക്ക് വരാനായിട്ട് പിന്നെ ബഹ്റിനിൽ നിന്ന് വന്ന സമയത്ത് റെഡ് കളറൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു തലമുടിയുടെ രീതിയൊക്കെ കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ തോന്നലാണ് പറയുന്നത്, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു തലമുടിയുടെ കുറച്ചുകൂടി നീളം കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ അങ്ങ് എടുത്ത് മാറ്റിയിട്ട്, ശരിക്കും ഇവരുടെ പഴയ ഹെയർ ഉണ്ടല്ലോ, ആ ഒരു ഹെയർ കുറച്ചുകൂടി കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ലെവലാക്കിയിട്ട് ആ ഒരു ഇവർക്ക് ശരിക്കുമുള്ള ആ ഒരു ഹെയർ മാത്രം മതിയായിരിക്കും. നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. നേരത്തെ പഴയ അവരുടെ ഹെയർ അത്ര മോശമൊന്നും ആയിരുന്നില്ല, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. കൂടുതലും എന്ന് വെച്ചാൽ മുടിയൊന്നും ഒതുക്കി വെക്കാത്തത് കൊണ്ടും എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുമാണ് ആ ഒരു മുടിയുടെ ഒരു വൃത്തികേടെന്ന് പറയുന്നത്. അതിപ്പോൾ ഇത്രയും വലിയ മുടി വെച്ചിട്ട് പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് അങ്ങനെ ഇടുന്നതായിരിക്കാം കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ രേണു സുധിയുടെ കുറച്ച് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കണ്ടിട്ട് വരാം. കോസ്റ്റ്യൂം രേണു പുതിയ വേഷം അങ്ങനെയുണ്ട്. സൂപ്പർ. കോസ്റ്റ്യൂം കാട്ടുമുത്തപ്പന്റെ കാട്ടുമൂപ്പന്റെ മകളാണ്. കാട്ടുമുത്തപ്പൻ. ഇത് എന്റെ കാട്ടുമുത്തപ്പന്റെ അല്ല, മൂപ്പന്റെ. മൂപ്പൻ. ഇത് എങ്ങളുടെ ദൈവം, സ്വന്തം ദൈവം. എങ്ങളുടെ ഊര കാക്കറ ദൈവം. ഊരക്കാക്കറ ദൈവം. കടവുളെ കടവുളെ ദൈവം. സൂപ്പർ. അപ്പോൾ എന്തായാലും രേണു ഒട്ടും മാറിയിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ശരി തന്നെയാണ് നിങ്ങൾ പറയുന്ന കാര്യം. അഭിനയത്തിൻ്റെ കാര്യത്തിൽ രേണു ഒട്ടും തന്നെ പുറകിലോട്ട് പോയിട്ടില്ല, ഒട്ടും തന്നെ മാറിയിട്ടില്ല. ആ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്, മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്നുള്ള ആ ഒരു വാശിയിൽ. എന്തായാലും കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. വേഷം നന്നായിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു സ്കേർട്ട് കുറച്ചുകൂടി മുകളിലോട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി കണ്ടാനേ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ അമ്മായിയും അമ്മൂമ്മയും ഒക്കെ ആവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.